543 നീറ്റ് സ്കോർ ഏകദേശം 15,000 റാങ്കിനുള്ളിലാണ്. 22,995 അപ്പൊ ഗവൺമെന്റ് MBBS സീറ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചിരിക്കുന്നത്. BDSും വളരെ ഡിമാൻഡിങ് തന്നെയാണ്. 45,000 റേഞ്ചിലേക്കാണ് BDSന് അഡ്മിഷൻ വന്നിരിക്കുന്നത്. എയിംസിന്റെ കട്ട് ഓഫിൽ നിന്ന് നമ്മൾ ജിപ്മറിന്റെ കട്ട് ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ ഹായ് ഓൾ. സോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എയിംസ് പോലെയുള്ള ജിപ്മർ പോലെയുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ MBBSോ BDSോ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടാകും. സോ ഓരോ മെഡിക്കൽ സീറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടേക്ക് പ്രവേശനം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. നിങ്ങൾക്കറിയാം, നീറ്റിലെ ടോപ്പ് റാങ്കിൽ എത്തുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ഗവൺമെന്റ് സീറ്റുകൾ ലഭിക്കുക. അപ്പൊ കേരളത്തിലെ ഓരോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് വഴിയാണ് ഫിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് വഴിയും കേരളത്തിൻ്റെതായ കേരള അലോട്ട്മെന്റ് പ്രോസസ്സും നടക്കും. അപ്പൊ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് അവിടെ നിൽക്കട്ടെ, അതിനുള്ള ടൈം ആയിട്ടില്ല. ആദ്യം നടക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് ആണ്. ഈ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ നീറ്റ് സ്കോറും അതേപോലെ ഓൾ ഇന്ത്യ തലത്തിലുള്ള നിങ്ങളുടെ റാങ്കുമാണ്. ഇത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റിലേക്ക് നമുക്ക് അർഹത നേടാൻ സാധിക്കുമോ എന്നൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കുകയാണ്. യെസ്, അപ്പോൾ ഈ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എയിംസ് ഡൽഹി, എയിംസ് 20ഓളം വരുന്ന എയിംസ് കോളേജുകൾ ഇന്ത്യയിലുണ്ട്. ഈ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ അതേപോലെ ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വഴിയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അവിടെ മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, കേരളത്തിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, അവിടെയൊക്കെ 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവിടേക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിലെ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ഈ സീറ്റുകളിലേക്ക് ആർക്കൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയത്? അതിനു മുൻപ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് ഉണ്ട്. ഏകദേശം 686 ആണ് ഫസ്റ്റ് റാങ്ക്. ഏകദേശം ഈ ഒരു സ്കോറും ഈ ഒരു റാങ്കും ഒന്ന് നോക്കുക. 543 റാങ്ക് ഉള്ള ആൾക്ക് 15,000 അത്രയുമാണ് റാങ്ക് വന്നിരിക്കുന്നത്. 342 സ്കോറുകാരന് 3,35,000 റാങ്കാണ് വന്നിരിക്കുന്നത്. 516 ഏകദേശം 35,000 റാങ്കും 523 അപ്രോക്സിമേറ്റ്ലി 29,500. ഇതാണ് നിങ്ങളുടെ നിലവിലുള്ള ഏകദേശം നീറ്റ് സ്കോറും അതേപോലെ റാങ്കും. ഓരോരുത്തർക്കും അവരവരുടെ നീറ്റ് സ്കോറും റാങ്കും അറിയാം. യെസ്, അത് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു സാധ്യത, പ്രവേശനത്തിന് ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ ഉള്ളത്. യെസ്, അപ്പൊ ആദ്യം ഓൾ ഇന്ത്യ കോട്ട MBBS ആണ് നമ്മൾ നോക്കുന്നത്. MBBS പ്രവേശനം ഇത് എങ്ങോട്ടേക്കാണ്? ഇന്ത്യയിലെ 300-ലധികം വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റ്. ഒരു മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിലെ 15% സീറ്റ്, ആ സീറ്റിലേക്ക് നടക്കുന്ന അലോട്ട്മെന്റ് ആണ്. കേരളത്തിലുമുണ്ട് 12 മെഡിക്കൽ കോളേജ്. അപ്പൊ കേരളത്തിലും ഇതിന് സീറ്റുകളുണ്ട്. യെസ്, അപ്പൊ കഴിഞ്ഞ വർഷം ഓപ്പൺ വിഭാഗത്തിൽ റൗണ്ട് 1-ൽ 19,603 അവസാനമായിട്ട് അഡ്മിഷൻ ലഭിച്ചത്. റൗണ്ട് 2-ൽ 22,995 അഡ്മിഷൻ ലഭിച്ചത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 ഇങ്ങനെ 4 റൗണ്ടുകളാണ് അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് രണ്ടാമത്തെ റൗണ്ടാണ് മാക്സിമം എയിം ചെയ്യാൻ പറ്റുക. ഈ ഒരു റൗണ്ടിൽ ഈ ഒരു റാങ്കിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 22,995 ഇടയിൽ റാങ്ക് ഉള്ള കുട്ടികൾ സേഫ് ആണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജനറൽ കാറ്റഗറി 22,000 എന്ന് പറയുമ്പോൾ ഏകദേശം 532 സ്കോറുകാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ജനറൽ EWS ഇക്കണോമിക്കലി വീക്കർ സെഷൻ എടുക്കുകയാണെങ്കിൽ റൗണ്ട് 2 എൻഡ് ചെയ്യുമ്പോൾ 26,720 അഡ്മിഷൻ ലഭിച്ചത്. നീറ്റ് സ്കോർ നോക്കണ്ട, കമ്പയർ ചെയ്യണ്ട. കഴിഞ്ഞ വർഷം വളരെ കൂടുതലായിരുന്നു നീറ്റ് സ്കോർ. OBCയിൽ പെടുന്ന ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈഴവ കാറ്റഗറി, മുസ്ലിം കാറ്റഗറി ഒക്കെ OBC ആണ്. 23,358 OBCയിൽ അഡ്മിഷൻ ലഭിച്ചത്. SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 1,25,103 ST 1,55,826 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലെ 300-ലധികം വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഏതെങ്കിലും ഒരു സീറ്റ് 15% ഉള്ള സംവരണ സീറ്റുകളിൽ 15% റിസർവ്ഡ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളിൽ ഏതെങ്കിലും ഒരിടത്ത് അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ്. ഓക്കെ അല്ലേ? യെസ്, ഇനി നമ്മൾ ഓൾ ഇന്ത്യ കോട്ട BDSലേക്ക് പോവാണ്. MBBS പോലെ തന്നെ BDSനും 15% 15% സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കാറ്റഗറി രണ്ടാമത്തെ റൗണ്ടിൽ
45,415 45,415 റാങ്കിന് അഡ്മിഷൻ ലഭിച്ചു BDS. ജനറൽ EWS ആണെങ്കിൽ 60,664, OBC ആണെങ്കിൽ 50,559, SC കാറ്റഗറി ആണെങ്കിൽ 1,80,193. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയുമാണ് BDS, ഓൾ ഇന്ത്യ കോട്ട BDS ഗവൺമെന്റ് സീറ്റുകളാണ്, ഗവൺമെന്റ് സീറ്റുകളിലേക്ക് കിട്ടിയ കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എയിംസ് കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. വളരെ ടഫാണ് എയിംസിലേക്കുള്ള പ്രവേശനം. യെസ്, ഓപ്പൺ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 5,807 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. റൗണ്ട് 2-ൽ വെറും 5,800 ഓൾ ഇന്ത്യ റാങ്ക്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓൾ ഇന്ത്യ റാങ്ക് 5,800 അവസാനമായിട്ടും അവസരം ലഭിക്കുന്നത്. ജനറൽ EWS ആണെങ്കിൽ 9,200, OBC കാറ്റഗറി 7,290, SC കാറ്റഗറി ആണെങ്കിൽ 40,973, ST കാറ്റഗറി വന്നപ്പോൾ 72,945 അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ, ആൻഡ് എയിംസിൽ നിന്ന് നമ്മൾ ജിപ്മറിലേക്ക് വരികയാണ്. ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കാര്യമെടുത്താൽ ഓപ്പൺ വിഭാഗത്തിൽ റൗണ്ട് 2 350 അഡ്മിഷൻ ലഭിച്ചത്. വളരെ ടൈറ്റ് ആണ് അല്ലേ? യെസ്, 2 ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും ടഫ്. യെസ്, ജനറൽ EWS കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1,485, OBC 867, SC 6,617, ST കാറ്റഗറി 8,697 കഴിഞ്ഞ വർഷം റൗണ്ട് 2 എൻഡ് ചെയ്തപ്പോൾ. റൗണ്ട് 2-ന് ശേഷം റൗണ്ട് 3-യും റൗണ്ട് 4-ഉം ഉണ്ട്. അതിൽ റൗണ്ട് 4 സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്, ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശനമാണ്. സോ അത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ലാസ്റ്റ് റാങ്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ആ ഒരു സമയത്ത് വരുന്ന വേക്കൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ റൗണ്ട് 2 ആണ് നമുക്ക് ഏകദേശം അന്തിമമായിട്ട് പറയാൻ പറ്റുക. ഈ ഒരു റാങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരം കിട്ടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇറ്റ്സ് ജസ്റ്റ് എ കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജിപ്മർ, എയിംസ് ആൻഡ് ആദ്യം പറഞ്ഞത് മറക്കണ്ട, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും 15% MBBS BDS സീറ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. യെസ്, ഇനി 20ഓളം വരുന്ന എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് കാണണം. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക ഓരോ സ്റ്റേജും. കാരണം ഇനി നിങ്ങൾക്ക് കേരള റാങ്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള നീറ്റിന്റെ റിസൾട്ട് നിങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നോട്ടിഫിക്കേഷനൊക്കെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് കീപ് വാച്ചിങ്. ബൈ.